ബി.ജെ.പി. സ്വയം പറ്റിക്കുകയാണ്, നമ്മളെയും പറ്റിക്കുകയാണ് ലക്ഷ്മിജി. യൂണിഫോം സിവിൽ കോഡ് വിഷയത്തിൽ യൂണിഫോം സിവിൽ കോഡ് ഒരു ഉഡായിപ്പാണ്. ഇത് മനസ്സിലാക്കാൻ വളരെ ആഴമേറിയ പഠനം വേണം. എന്നെ അത് പഠിപ്പിച്ചത്, എന്റെ കണ്ണു തുറന്നത് സാക്ഷാൽ RSSന്റെ സർസംഘചാലകായിരുന്ന 33 വർഷം സംഘടനയെ നയിച്ച ഗുരുജി ഗോൾവൽക്കറെ പഠിച്ചപ്പോഴാണ്. ഗുരുജി ഗോൾവൽക്കർ പറയുന്നു, യൂണിഫോം സിവിൽ കോഡ് ഇന്ത്യയെ നശിപ്പിക്കും. യൂണിഫോം സിവിൽ കോഡ് അല്ല വേണ്ടത്, ഇന്ത്യക്ക് ഹിന്ദു മുസ്ലിം സാഹോദര്യമാണ്. UCC എന്ന് പറഞ്ഞാൽ വളഞ്ഞ വഴിയിൽ മുസ്ലിം കുട്ടികളെ ഇല്ലാതാക്കാൻ, ഫെർട്ടിലിറ്റി റേറ്റ് ഇല്ലാതാക്കാൻ വേണ്ടി ചെയ്യുന്നതാണ്. മുസ്ലിങ്ങൾ ഒരുപാട് കല്യാണം കഴിച്ചവർക്ക് കുട്ടികൾ കൂടുതൽ ഉണ്ടാകുന്നു എന്ന തെറ്റിദ്ധാരണയിൽ ചെയ്യുന്നതാണ്. ഇതാണ് സാക്ഷാൽ ഗുരുജി ഗോൾവൽക്കർ സൂചിപ്പിക്കുന്നത്. ഗുരുജി ഗോൾവൽക്കർ എന്ന് പറഞ്ഞാൽ RSSന്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ പ്രധാനിയാണ്. അതായത് ഗുരുജി ഗോൾവൽക്കർ ഇരിക്കുന്ന മുറിയിൽ അടൽ ബിഹാരി വാജ്പേയി എന്ന ഭാരതരത്നയും നമ്മുടെ പ്രധാനമന്ത്രിയും ഇരിക്കാറ് പോലുമില്ല. മോദിജിയുടെ ലൈഫിൽ വിവേകാനന്ദനും ഗുരുജി ഗോൾവൽക്കറുമാണ് ഏറ്റവും വലിയ സ്വാധീനം. ഇന്ന് കാണുന്ന എല്ലാ RSS നേതാക്കളും, മുതിർന്ന നേതാക്കൾ, പരമേശ്വർജി അടക്കം ഗുരുജിയെ കണ്ടാണ് സംഘത്തിൽ ചേരുന്നത്. ഗുരുജി മഹാത്മാഗാന്ധി തന്റെ നാമം എടുത്തല്ലോ, പേരെടുത്ത് പറഞ്ഞല്ലോ എന്ന് പറഞ്ഞ് സന്തോഷിക്കുകയും ചെയ്യുന്നുണ്ട്. ഈ ഗുരുജി പക്ഷെ ആദ്യ കാലഘട്ടത്തിൽ ഒരു തീവ്ര ഹിന്ദുത്വവാദിയായിരുന്നു. ആ തീവ്ര ഹിന്ദുത്വവാദം പുള്ളി ഉപേക്ഷിച്ചു. അതായത് ആദ്യ കാലഘട്ടത്തിൽ മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും കമ്മ്യൂണിസ്റ്റുകാരും നമ്മുടെ ശത്രുക്കളാണെന്ന് പുള്ളി എഴുതിയിട്ടുണ്ട് വിചാരധാരയും ബെഞ്ച് ഓഫ് തോട്ട്സിലും ഒക്കെ. എന്നാൽ ആ തീവ്ര ചിന്താഗതിയിൽ നിന്ന് മാറി യഥാർത്ഥത്തിൽ അത് ഗുരുജിയുടെ ചിന്തയേക്കാൾ GD സവർക്കറുടെ സഹോദരൻ, പുള്ളി ഒരു എക്സ്ട്രീമിസ്റ്റ് ആണ്, ഒരു തീവ്ര സ്വരക്കാരനാണ്. ആ GD സവർക്കറുടെ ഹിന്ദു രാഷ്ട്ര മീമാംസ ഒരു പുസ്തകത്തിൽ നിന്നാണ് എടുത്തത്. അങ്ങനെ ഗുരുജി ഗോൾവൽക്കർ ആദ്യം GD സവർക്കറുടെ കാലഘട്ടത്തിൽ നിന്ന്, അദ്ദേഹത്തിന്റെ സ്വാധീന വലയത്തിൽ നിന്ന് മാറി അദ്ദേഹത്തിന്റെ ജീവിതത്തിന്റെ അവസാനത്തോട് അടുക്കുമ്പോൾ മഹാത്മാഗാന്ധിയിൽ പ്രഭാവിതനാകുകയും ഗാന്ധിയൻ നിലപാടിലേക്ക്, അല്ലെങ്കിൽ സെന്റർ റൈറ്റ് എന്നൊക്കെ പറയുന്ന നിലപാടിലേക്ക് അദ്ദേഹം എത്തുകയും ചെയ്തു. ഗുരുജി ഗോൾവൽക്കർ പറയുന്നു, ഇത് ഗുരുജി ഗോൾവൽക്കർ ഓർഗനൈസർ, അതായത് RSSന്റെ ഔദ്യോഗിക പ്രസിദ്ധീകരണമായ ഓർഗനൈസർ 23 ഓഗസ്റ്റ് 1972 KR മൽക്കാനി എന്ന് പറയുന്ന BJPയുടെ ഫൗണ്ടിംഗ് മെമ്പറിനോട് സംസാരിച്ചതാണ്. അതിൽ വോളിയം 9 പേജ് നമ്പർ 165 ഗുരുജി കളക്ടഡ് വർക്കിൽ റീപ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. ഗുരുജി പറയുന്നു, യൂണിഫോം സിവിൽ കോഡ് അല്ല ഇന്ത്യക്ക് ആവശ്യം, ഇന്ത്യക്ക് വേണ്ടത് ഹിന്ദു മുസ്ലിം സാഹോദര്യമാണ് എന്ന്. യൂണിഫോം സിവിൽ കോഡ് എന്ന് പറഞ്ഞാൽ അടിസ്ഥാനമായി ഫിയർ ഓഫ് മുസ്ലിം പോപ്പുലേഷൻ ഗ്രോത്ത്, അഥവാ മുസ്ലിങ്ങൾ 4 കല്യാണം കഴിച്ച് അവർക്ക് കുട്ടികൾ കൂടുന്നു എന്നുള്ള തെറ്റിദ്ധാരണയാണ്. ഈ തെറ്റിദ്ധാരണയാണ് നമ്മളിൽ പലർക്കും വർഗീയത ഉണ്ടാക്കുന്നത്. ഞാൻ ഇത് പറയാനുള്ള കാര്യം കൂടെയുണ്ട്. അതായത് നമ്മുടെ അനിൽ മുഹമ്മദ് ജി, ഡോക്ടർ അനിൽ മുഹമ്മദ് എനിക്ക് വളരെ ഇഷ്ടമുള്ള, എനിക്ക് വളരെ താല്പര്യമുള്ള, ഞാൻ പല കാര്യങ്ങളിലും ലുക്കപ്പോൺ ചെയ്യുന്നൊരു വ്യക്തിയാണ്. അദ്ദേഹം ഇന്നലെ ഒരു വീഡിയോ ചെയ്തിരുന്നു, വിഷത്തിൽ തേൻ ഒഴിച്ചിട്ട് കാര്യമുണ്ടോ രാഹുൽ? അങ്ങനെയല്ല അനിൽജി. യഥാർത്ഥത്തിൽ യൂണിഫോം സിവിൽ കോഡ് ഒരു BJP-കാരിയോ അല്ലെങ്കിൽ ഹിന്ദുത്വ പക്ഷത്ത് നിൽക്കുന്ന ഒരാളോ പറഞ്ഞു തുടങ്ങിയാൽ അവർ വർഗീയതയുടെ അവസാന ഘട്ടത്തിലാണ്. അതായത് ആ യൂണിഫോം സിവിൽ കോഡ് പറയുന്നതിലൂടെ അവർ പറയുന്നത് ഹിന്ദു മുസ്ലിം ഒന്നുമല്ല, നമ്മൾ ഇന്ത്യക്കാർ മാത്രമാണ് എന്നും പിന്നെ വളഞ്ഞ വഴിയിൽ മുസ്ലിം ജനസംഖ്യ കൺട്രോൾ ചെയ്യാവുന്നതാണ്. ഒരർത്ഥത്തിൽ ശ്രീമതി ലക്ഷ്മി കാനത്ത് ഈ വർഗീയതയുടെ അവസാന ഘട്ടത്തിലാണ്. ലക്ഷ്മി കാനത്ത് ഒരു പോസ്റ്റ് എഴുതിയിട്ടുണ്ട്, രാഹുൽ ഈശോ തങ്ങൾ യൂണിഫോം സിവിൽ കോഡ് തടയാൻ വേണ്ടി പുതിയ നമ്പറുമായിട്ട് ഇറങ്ങിയിട്ടുണ്ട്. ആ നമ്പർ രാഹുൽ ഈശ്വറിന്റെ അല്ല, നമ്പർ ഇൻ കോഡ്സ് ആണ്. ആ നമ്പർ രാഹുൽ ഈശ്വറിന്റെ അല്ല, സാക്ഷാൽ ഗുരുജി ഗോൾവൽക്കറുടെയാണ്. അതായത് ആരാണ് ഗുരുജി ഗോൾവൽക്കർ എന്നും RSSന്റെ കോണ്ടെക്സ്റ്റിൽ ഗുരുജി ഗോൾവൽക്കറുടെ പ്രസക്തിയും പ്രാധാന്യവും ഒന്നും ഞാൻ ലക്ഷ്മി കാനത്ജിക്ക് വിളിച്ചു പറയേണ്ട ആവശ്യമില്ല. അതായത് യഥാർത്ഥത്തിൽ ഇത് BJPയിലെ സീനിയർ നേതാക്കൾക്ക് അറിയാമെന്നുള്ളതാണ് അടുത്ത തമാശ. BJPയുടെ എല്ലാ സീനിയർ നേതാക്കൾക്കും ഈ പറയുന്നത് തരികിടയാണെന്നും ഉഡായിപ്പാണെന്നും അറിയാം. പക്ഷെ ഇത്രയും കാലം പറഞ്ഞു വന്ന കള്ളം വീണ്ടും പറയേണ്ടി വരുന്നു എന്ന് മാത്രമാണ് അവരുടെ ഇടയിലെ പ്രശ്നം. ഞാൻ ലക്ഷ്മി കാനത്തിന്റെ പോസ്റ്റും കൂടെ എടുക്കുക. അതായത് ഇതിന്റെ പ്രശ്നം എന്ന് പറഞ്ഞാലേ ആഴത്തിൽ കാര്യങ്ങൾ മനസ്സിലാക്കുന്നില്ല. യഥാർത്ഥത്തിൽ യൂണിഫോം സിവിൽ കോഡ് അല്ല, നമ്മുടെ അതായത് ഹിന്ദു ജനസംഖ്യ കുത്തനെ കുറയുകയാണ്. ഇതാണ് പ്രശ്നം. ഇനി ലക്ഷ്മിജി അതായത് ഇത് BJP-കാരോട് പറഞ്ഞ അവർ പറയും, കൊണ്ട് കാശ്മീർ അതായി, മറ്റേ ആർട്ടിക്കിൾ 370 ഇതായി, രാമക്ഷേത്രം ഇതായി, യൂണിഫോം സിവിൽ കോഡ് കൊണ്ടുവരും എന്ന്. യൂണിഫോം സിവിൽ കോഡ് ആത്മഹത്യയാണ്. അതായത് നമ്മൾ സ്വയം കുത്തി മരിക്കുന്നു എന്നുള്ളതാണ് യൂണിഫോം സിവിൽ കോഡിന്റെ അർത്ഥം. ലക്ഷ്മി കാനത്ജിയുടെ പോസ്റ്റ്, ഏകീകൃത സിവിൽ കോഡ് വരാതെ ഇരിക്കാനുള്ള പുതിയ നമ്പറുമായി എന്റെ വീഡിയോയും പൊക്കി പിടിച്ചുകൊണ്ട് ഇറങ്ങല്ലേ രാഹുൽ ഈശോ തങ്ങളെ. ലക്ഷ്മിജി മനസ്സിലാക്കേണ്ടതേ, BJP-കാര് കല്യാണ പ്രായം 21 വയസ്സാക്കാൻ ഒരു നിയമം കൊണ്ടുവന്നു. അന്ന് BJPക്ക് 300-ലധികം സീറ്റുണ്ട്, ഒറ്റയ്ക്ക് ഭരിക്കുകയാണ്. BJP 300-ലധികം സീറ്റോടുകൂടി ഭരിക്കുമ്പോൾ വേറെ ആരോടും കൺസൾട്ടേഷൻ പോലും ഇല്ല. BJPക്ക് 21 വയസ്സാക്കാനുള്ള ബില്ല് കൊണ്ടുവന്നു.
അതായത് യഥാർത്ഥത്തിൽ കുറച്ച് മുസ്ലിങ്ങളെ പിടിച്ച് ജയിലിലിടാൻ മാത്രമാണ്. മുസ്ലിങ്ങൾക്ക് 18 വയസ്സിന് മുമ്പ് കല്യാണം കഴിക്കുന്നു, അല്ലെങ്കിൽ 20 വയസ്സിന് മുമ്പ് കല്യാണം കഴിക്കുന്ന ശീലമുണ്ട്. അങ്ങനെ കുറെ പേര് ജയിലിലിടാൻ വേണ്ടി ചെയ്യുന്നതാണ്. എന്നിട്ട് പറയുന്ന ന്യായമാണ് ഭയങ്കര കോമഡി. പറയുന്ന ന്യായം, ചെറിയ പ്രായത്തിൽ പെൺകുട്ടികൾ വിവാഹം കഴിക്കുമ്പോൾ ഇൻഫന്റ് മോർട്ടാലിറ്റിയും സ്ത്രീകളുടെ മോർട്ടാലിറ്റിയും അവരുടെ മരണനിരക്ക് കൂടുതലാണെന്നൊക്കെ ചുമ്മാ തട്ടിപ്പ് പറയുകയാണ്. എന്നിട്ട് അടുത്തതാണ് ലക്ഷ്മിജി ശ്രദ്ധിക്കേണ്ടത്, ഇവരിത് ഫോളോ പോലും ചെയ്തില്ല. അതായത് ആ ലോകസഭ കഴിയുമ്പോൾ ആ നിയമം ലാപ്സ് ആയി പോയി, അവർ മൈൻഡ് പോലും ചെയ്തില്ല. യഥാർത്ഥത്തിൽ താങ്കളെ പോലുള്ള പാവപ്പെട്ട സാധാരണ ഹിന്ദുക്കളെ പറ്റിക്കാനും സ്വയം പറ്റിക്കാനുമാണ് ചെയ്യുന്നത്. കല്യാണപ്രായം ഉയർത്തി, അതായത് കല്യാണപ്രായം ഉയർത്തുന്നു എന്ന് പറഞ്ഞാൽ ഫെർട്ടിലിറ്റി കുറയ്ക്കാനുള്ള ഒരു തന്ത്രമാണ്. വിശേഷിച്ച് ഈ ഹിന്ദുക്കളാരും 21 വയസ്സിന് മുമ്പ് കല്യാണം കഴിക്കാറില്ല. അപ്പൊ മുസ്ലിങ്ങളുടെ ഇടയിലുള്ള ഫെർട്ടിലിറ്റി കുറയ്ക്കാനും ട്രൈബൽ വിഭാഗങ്ങളിലുണ്ട്, അവരുടെ ഇടയിലുള്ള ഫെർട്ടിലിറ്റി കുറയ്ക്കാനും ഒക്കെയുള്ള രീതിയുടെ ഭാഗമായി കൊണ്ടുവന്നതാണ്. ഇതുകൊണ്ടൊന്നും ഒരു ഗുണവുമില്ല. നമ്മൾ ഹിന്ദുക്കൾ അപകടകരമായ രീതിയിൽ കുറയുന്നു എന്നുള്ളതാണ്. ഇനി അവിടെയാണ് അനിൽജിയോടും എനിക്ക് വളരെ ആദരപൂർവ്വം അഭ്യർത്ഥിക്കാനുള്ളത്. യഥാർത്ഥത്തിൽ നമ്മൾ RSSന്റെ ഹിന്ദുത്വരുടെ ഭാഗത്ത് നിൽക്കുന്നവരെ പറഞ്ഞു മനസ്സിലാക്കി ശരിയായ ഗാന്ധിയൻ പാതയിലേക്ക് കൊണ്ടുവരണം. വേറൊരു വഴിയില്ല നമുക്ക് മുമ്പിൽ. ദർ ഈസ് നോ അതർ ഗോ. ഇവരെ പറഞ്ഞ് കൺവിൻസ് ചെയ്ത് അങ്ങനെയല്ല. അവർ നമ്മളെ ചീത്ത വിളിക്കും, അവർ നമ്മളെ ജിഹാദി എന്ന് വിളിക്കും, അവർ നമ്മളെ അസഭ്യം വിളിക്കും. പക്ഷേ ക്ഷമയോടെ പറഞ്ഞ് അവർ പറയുന്നത് തെറ്റാണെന്ന് അവരെ തിരിച്ചറിയിക്കാതെ വേറെ വഴിയില്ല. അതുകൊണ്ട് ലക്ഷ്മി കാനത്ജി ഓർക്കണം, ലക്ഷ്മി കാനത്ജി നമ്പർ എന്ന് പറഞ്ഞത് ഈ മനുഷ്യൻ, അതായത് ആദ്യകാലത്ത് കടുത്ത വർഗീയത പറയുകയും പിന്നീട് മിതവാദ നിലപാടിലേക്ക് എത്തുകയും ചെയ്ത RSSന്റെ സർസംഘചാലകിന്റെ നിലപാടാണ് യഥാർത്ഥത്തിൽ ഈ വർഗീയ വിഷത്തിനുള്ള മരുന്ന്. ഗുരുജി കൂടെയാണ്. ഓരോ RSSകാരനിലും ഓരോ BJPക്കാരനിലും ഗുരുജി ഗോൾവൽക്കറിന്റെ നിലപാടുകൾ പറഞ്ഞു പഠിപ്പിച്ച് അവരുടെ മനസ്സിലുള്ള ഇസ്ലാമോഫോബിയയും മുസ്ലിം വിരോധവും എടുത്തു കളയണം. അതാണ് എന്റെ ശ്രമവും. ഞാൻ പരിശ്രമിക്കുന്നു അതിന് വേണ്ടിയിട്ടാണ്. യഥാർത്ഥത്തിൽ ഓർക്കുക, നിങ്ങൾ രാഹുൽ ഈശോ തങ്ങൾ എന്ന് വിളിച്ചാൽ കുഴപ്പമില്ല, നല്ലതാണ്. ഈശോയ്ക്ക് ക്രിസ്ത്യത ഉണ്ട്, തങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മൾ ഏറ്റവും ആദരിക്കുന്ന മുസ്ലിം കുടുംബമാണ്. അപ്പോ അങ്ങനെ വിളിക്കുന്നതിനൊന്നും എനിക്ക് വിരോധമില്ല. പക്ഷേ BJP സ്വയം പറ്റിക്കുകയാണ്. ബാക്കിയുള്ളവരെ പറ്റിച്ചാൽ ഇന്നല്ലെങ്കിൽ നാളെ അവർ തിരിച്ചറിയും, അവര് നിങ്ങളെ ചോദ്യം ചെയ്യും. പക്ഷേ BJP, അത് കടുത്ത BJP അനുഭാവിയാണ്. BJPക്കാര് സ്വയം പറ്റിക്കുകയാണ്. BJPക്കാര് RSSന്റെ നേതൃത്വത്തിൽ ഇരിക്കുന്ന എല്ലാവർക്കും രാഹുൽ ഈശ്വർ പറയുന്ന നിലപാടാണ് ശരിയെന്നറിയാം, ഞാൻ പറയുന്ന നിലപാടാണ് കറക്റ്റ് എന്നറിയാം, ഗുരുജി ഗോൾവൽക്കറാണ് കറക്റ്റ് എന്നറിയാം. പക്ഷേ അന്ധമായ മുസ്ലിം വിരോധം കാരണം കുട്ടികളുടെ എണ്ണത്തിൽ നമ്മൾ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ യഥാർത്ഥത്തിൽ ഈ തെറ്റിദ്ധാരണ ലക്ഷ്മിജി തിരുത്തണമെന്ന് താഴ്മയായി അഭ്യർത്ഥിക്കും. യൂണിഫോം സിവിൽ കോഡ് ഇന്ത്യയെ നശിപ്പിക്കും. യൂണിഫോം സിവിൽ കോഡ് കാരണം മുസ്ലിങ്ങൾക്ക് ഒരു പരിധിക്കപ്പുറം അവരുടെ ജനനനിരക്കിലൊന്നും ഒരു കുറവ് വരാനും പോണില്ല. അവരത് മൈൻഡ് ചെയ്യാൻ പോലും പോണില്ല. അവർ കൂടി വന്നാൽ കല്യാണം രജിസ്റ്റർ ചെയ്യുമായിരിക്കും, അതിലപ്പുറം ഒന്നും നടക്കാനും പോണില്ല. അതുകൊണ്ട് ഈ തിരിച്ചറിവ് വേണം. ഹിന്ദു ജനസംഖ്യ കുറയുകയാണ്, അതാണ് പരിഹരിക്കേണ്ടത്. ഹിന്ദു മുസ്ലിം സാഹോദര്യമാണ് വേണ്ടത്, യൂണിഫോം സിവിൽ കോഡ് അല്ല.